ഇവിടെ നിന്ന് ഈ കപ്പൽ പൂർണ്ണമായി നമ്മുടെ കപ്പൽ അത് വിഴിഞ്ഞം പോർട്ടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ആഴിമലയിൽ നിന്നാണ്. ഇവിടെ നിന്ന് നമുക്ക് ദൃശ്യങ്ങൾ, അതായത് നമ്മുടെ കൺമുന്നിൽ നിന്ന് ഈ MSCയുടെ കപ്പൽ മാങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് വിഴിഞ്ഞം തീരത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ആഴിമല ശിവക്ഷേത്രത്തിന് സമീപത്ത് കുറച്ച് പേര് ചേരുന്നുണ്ട്. അത് MSC ഐറീനെ കാണാൻ വേണ്ടി വന്നവരാണ്. ചേട്ടാ, നിങ്ങൾ ഈ പ്രദേശവാസികളാണോ? MSC ഐറീനെ കാണാൻ എത്തിയതാണോ? നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് സ്വദേശം. നമ്മുടെ ഈ ഷിപ്പ് വരുന്നതെന്ന് അറിഞ്ഞത് മുതൽ തന്നെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ ഷിപ്പിനെ ഒന്ന് നേരിട്ട് കാണാനായിട്ട്. ഇന്ന് 2 ദിവസമായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് വരികയാണ് ഈ ഷിപ്പ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ലോകത്തിലെ ഒരു വലിയ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വലിയ മഹാസംഭവം തന്നെയാണ്. കാരണം ഏറ്റവും പഴക്കമായി കൊളംബോ തുറമുഖങ്ങളിലൊന്നും പോവാത്ത ഏറ്റവും വലിയ ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞത്ത് ഈ തുറമുഖം തുടങ്ങി ഇത്രയും ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് തന്നെ ഈ ഷിപ്പ് ഇവിടെ ഇത്രയും നമ്മുടെ ഈ സ്വദേശത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇത്. കപ്പൽ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഇത്തരം ഒരു കപ്പൽ നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷിപ്പ് നമ്മളെ കാണാൻ അവസരം കിട്ടുന്നത്. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയൊരു കപ്പൽ, അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ചരക്കപ്പൽ വരുന്നതിന്റെ ഒരു സന്തോഷത്തിലാണല്ലേ? അതെ, തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാടിന് അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. ഇത് നമ്മുടെ നാടിന്റെ തുറമുഖ രംഗത്ത് ശരിക്കും അതിന്റെ വളരെ വിദൂരമായ ഒരു ഭാവി ഇത് എങ്ങനെയുണ്ടെന്നുള്ളതിനൊക്കെ ഒരു വ്യക്തമായ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. ഇതിന്റെ സാധ്യതകൾ എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ അത്രയും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ ഒരു വികസനത്തിന്റെ ഒരു വലിയ ഉദിച്ചുചാട്ടം തന്നെ നമുക്ക് സമീപഭാവിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ചേട്ടാ, ഈ MSC ഐറീനെ കാണാൻ എത്തിയതാണോ? ജയലക്ഷ്മി, അതായത് നമ്മളെപ്പോലെ തന്നെ ഐറീനെ കാണാൻ എത്തിയതാണ്. 4ാമത്തെ ദിവസം കാത്തിരിക്കുകയാണ്. അതായത് ഇത് എത്തിയിട്ട് ഏകദേശം 5 ദിവസമായി. അപ്പോൾ നങ്കൂരം ഇടാൻ വേണ്ടി കപ്പൽ കാത്തു നിന്നതുകൊണ്ട് ആദ്യമായിട്ട് മെയ് 24-ന് എത്തുമെന്ന് പറഞ്ഞിരുന്നു. മെയ് 24-ന് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വാർത്തകളുടെ അന്ന് നോക്കി. അപ്പോഴത്തേക്ക് ഇന്ന് ജൂൺ 1-ാം തീയതി എത്തുമെന്നുള്ള ഇതായി. അപ്പോൾ ഇന്നലെയാണ് അവസാനമായിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നറിയാം, ഇത് 7 മണിക്ക് 6-ന് 7-നും ഇടയിൽ കിട്ടുമെന്നുള്ള. എവിടെയാണ് സ്ഥലം? ബാലരാമപുരം തന്നെ. അപ്പോൾ ജയലക്ഷ്മി, നമ്മളെപ്പോലെ തന്നെയാണ്. അതായത് നമ്മൾ ഈ MSC ഐറീനെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ കപ്പലുകൾ കണ്ടിട്ടുള്ളത് മുൻപ് കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ദൃശ്യങ്ങളിൽ മാത്രമാണ്. പ്രത്യേകിച്ച് നമുക്കൊരു കപ്പൽ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ള ഒരാൾക്കാർ, ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് കപ്പൽ കാണണമെങ്കിൽ കൊച്ചിയിലേക്ക് പോകണമായിരുന്നു. അതിന്റെ ഒരു ആകാംക്ഷ, അതിന്റെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ ഈ MSC ഐറീന എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കണ്ടെയ്നർ ഷിപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് പോലെ തന്നെ, അതായത് മെയ് 24-ാം തീയതി മുതൽ അവർ കാത്തിരിക്കുകയാണ് ഈ ഒരു വലിയ കപ്പൽ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി. കഴിഞ്ഞ 4 ദിവസമായി, അതായത് കപ്പൽ കുറച്ച് ദിവസമായി എത്തിയെങ്കിൽ പോലും വ്യക്തമാകുന്നത് ഈ കപ്പൽ എത്തുന്നത് കാത്തിരിക്കുകയാണ് അവരെന്നുള്ളതാണ്. കാരണം അത്രമാത്രം പടുകൂറ്റൻ കപ്പലാണ് ഈ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നത്. ആളുകളെ സംബന്ധിച്ചൊക്കെ തന്നെ കടലിലെ ഒരു വലിയ അത്ഭുത കാഴ്ചയാണ് അത്. തീർച്ചയായിട്ടും ഇത്ര വലിയൊരു കപ്പൽ നമ്മുടെ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിലെ അഭിമാനവും ആവേശവും ഒക്കെ എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാനാകുന്നതാണ് അല്ലെ. അപ്പോൾ എന്തായാലും ഈ ഒരു കപ്പൽ നമ്മുടെ തീരത്തേക്ക് എത്തുന്നത് നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ, രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു നെടും തൂണായി തന്നെ പറയേണ്ടതുണ്ട്.